അടുത്തായി തൃശ്ശൂരിലേക്കാണ് നമുക്ക് പോകേണ്ടത്. തൃശ്ശൂരും നല്ല പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. പക്ഷേ നമ്മൾ ഇതുവരെ സൂചിപ്പിച്ച മണ്ഡലങ്ങളെ പോലെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് എല്ലായ്പ്പോഴും അനുകൂല നില കൊടുക്കുന്ന ഒരു മണ്ഡലമല്ല തൃശ്ശൂർ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അതാണ്. മുന്നണികളെ മാറി മാറി തുണച്ച മണ്ഡലമാണ് തൃശ്ശൂർ. 2014 CN ജയദേവൻ ജയിച്ചു. അദ്ദേഹം MP ആയിരിക്കുന്നു. BJPക്ക് സ്വാധീനമുള്ള മണ്ഡലം എന്ന ഒരു സവിശേഷത നമ്മൾ ഇവിടെ എത്തുമ്പോൾ തൃശ്ശൂരിലെത്തുമ്പോൾ കാണും. BJPക്ക് സ്വാധീനമുള്ള മണ്ഡലം എന്ന ഒരു കാര്യം കൂടെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കാണും. 2014 തെരഞ്ഞെടുപ്പ് വിധി ഇങ്ങനെയായിരുന്നു. CN ജയദേവൻ 3,89,209 വോട്ടുകളാണ് ആകെ സമാഹരിച്ചത് മണ്ഡലത്തിൽ നിന്ന്. KP ധനപാലനായിരുന്നു കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥി. 3,50,982 വോട്ടുകൾ അദ്ദേഹം നേടി. KP ശ്രീശൻ BJPയുടെ സ്ഥാനാർത്ഥി 1,02,681 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. KP ധനപാലന് മേൽ CN ജയദേവന് 38,227 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ LDFിനായിരുന്നു ഭൂരിപക്ഷം. LDFന് 1,22,624 എന്ന വലിയ വോട്ടെണ്ണം ഭൂരിപക്ഷമായിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ, ഒല്ലൂർ, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട ഈ മണ്ഡലങ്ങളാണ്. നമുക്കതിൻ്റെ ഗ്രാഫിക്സിൽ തന്നെ ആ ചുവപ്പിൻ്റെ സാന്നിധ്യം കാണാം. ചുവപ്പ് മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് നല്ല നിലക്ക് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള എല്ലായിടത്തും ഇടതുമുന്നണി വിജയിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ 1,22,624 എന്ന വലിയ ഭൂരിപക്ഷം ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വളരെ പെട്ടെന്ന് പോകാം. സ്ഥാനാർത്ഥികളുടെ മെറിറ്റ്, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട്, തീരദേശ ഈഴവ വോട്ടുകൾ നിർണായകമാകും. BJPയുടെയും BDJSൻ്റെയും വോട്ടുകൾ എന്ന് നമുക്കറിയാം. വ്യാപാരി സമൂഹത്തിൻ്റെ വോട്ടുകൾ കോഴിക്കോട് എന്ന പോലെ ഇവിടെയും ഒരു നിർണായക സാന്നിധ്യമാണ്. സിറ്റിംഗ് MP CN ജയദേവൻ്റെ പ്രകടനം ചോദ്യം ചെയ്യപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യും എന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളിലേക്ക് പോകാതെ നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. ഇത് ഒരു CPI മണ്ഡലമാണ്. CPI മണ്ഡലമാണ്. പല പ്രാവശ്യം CPI ജയിച്ചിട്ടുള്ളതാണ്. VV രാഘവൻ എന്ന CPI നേതാവ് K കരുണാകരനെയും K മുരളീധരനെയും തോൽപ്പിച്ച് അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിച്ച മണ്ഡലമാണ്. പിന്നെ CPI എടുത്തൊരു തീരുമാനം, CPIയുടെ ഏക ലോക്സഭാ MP CN ജയദേവൻ. നമ്മളിവിടെ ഇതിനു മുമ്പ് ആദ്യം ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കുമ്പോൾ CN ജയദേവന്റെ പ്രകടനം ഒട്ടും അല്ലെങ്കിൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി വിലയിരുത്തിയതാണ്. എന്തായാലും അതിനുശേഷമാണ് CPI ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അവരും പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മുന്നോട്ട് പോകുന്നു. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണ്? അത് TN പ്രതാപനാണോ? അതല്ല PC ചാക്കോ വീണ്ടും വരുന്നുണ്ടോ? അതല്ല ബെന്നി ബെഹനാൻ വരുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഒരുപക്ഷെ ഫലത്തെ നിർണ്ണയിക്കാൻ പോകുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യേണ്ടുന്ന അത്രക്ക് ഒരു വലിയ വ്യത്യസ്തതകളുള്ള മണ്ഡലമല്ല. എങ്കിൽ തന്നെയും ഇവിടെ CN ജയദേവന്റെ ഭാഗത്ത് നിന്നൊക്കെ ചെറിയ ചില അസ്വസ്ഥതകൾ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രകടനം സംബന്ധിച്ച് മോശം കാര്യങ്ങൾ വാട്സാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി പാർട്ടിക്കാർ തന്നെ എന്ന വിമർശനമൊക്കെ വന്നിട്ടുണ്ട്. അത്തരത്തിൽ അതിനകത്ത് ഉള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതായി വളരുമോ? ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലല്ല, പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കത്തക്കവണ്ണം വളരുന്ന പ്രശ്നമില്ല. അതകത്ത് ഒതുങ്ങിക്കൂടിയുള്ളൂ. തന്നെയല്ല, ആ ആരോപണം ഉന്നയിച്ചു, അതിൻ്റെ പ്രതിഫലനം കൂടിയായിട്ട് സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റിയിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും പുതിയ സ്ഥാനാർത്ഥി രാജാജി വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു പുതുമയുണ്ട്. രാജാജിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. രാഷ്ട്രീയമായിട്ട് നല്ല ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രാജാജി, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് എന്തായിരിക്കും അവിടെ ചെയ്യാൻ പോവുക? BJP എന്ത് കാരണം കൊണ്ട് ഈ തൃശ്ശൂർ മണ്ഡലത്തെ അവരുടെ A ക്ലാസ് മണ്ഡലമായിട്ട് കണക്കാക്കുന്നു? ഇത്യാദി ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. ശബരിമല വിഷയം തൃശ്ശൂരിലെ BJPക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകം BJPയെ അവിടെ സഹായിക്കാനുണ്ടോ എന്നിട്ട് നമ്മൾ ഇതുവരെയും ഇപ്പോൾ വടകര മുതൽ ഇങ്ങോട്ട് മാവേലിക്കര ഒക്കെയും ചർച്ച ചെയ്തപ്പോഴും BJP ഒരു ഘടകമേ ആയിരുന്നില്ല, ചർച്ചാ വിഷയം പോലും ആയില്ല. BJPക്ക് എത്ര വോട്ട് കിട്ടുമെന്നോ BJPയുടെ സ്ഥാനാർത്ഥി ആയിരിക്കുമെന്നോ നിങ്ങൾ ആരും പറഞ്ഞില്ല. നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ആരും അതൊരു വിഷയമാക്കിയതേ ഇല്ല. പക്ഷെ തൃശ്ശൂർ വരുമ്പോൾ മാത്രമാണ് സനീഷ് ഇവിടെ BJP എണ്ണം പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞത്. അത് പക്ഷേ എത്ര കണ്ട് BJPയുടെ സ്വപ്നങ്ങൾ വിജയിക്കും എന്നതൊരു വലിയ ചോദ്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ്
രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ മോഡി വരണോ BJP വരണമോ വേണ്ടയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. കേരളത്തിലുള്ള വ്യത്യാസം ഇങ്ങനെ മോഡിക്കെതിരെ BJPക്കെതിരെ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ ചേരികൾ തമ്മിലുള്ള പോരാട്ടം അതിന്റെ മൂർത്തമായ ഒരു രൂപം തന്നെയായിരിക്കും അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ആരെയായിരിക്കും അവിടെ ആലോചിക്കുന്നുണ്ടാവുക താങ്കളുടെ അറിവനുസരിച്ച്? അത് ഇപ്പം പറയാൻ പറ്റത്തില്ല. ഏതായാലും ഇന്നും നാളെയുമായിട്ടൊക്കെ അറിയാവുന്ന കാര്യമാണ്. BJP IN രാധാകൃഷ്ണൻ തന്നെ ആയിരിക്കും എന്നാണ് സൂചന. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ശരി, BJPക്ക് അതിൻ്റെ അകത്ത് ഒരു ആശയക്കുഴപ്പമുണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ. ആരൊക്കെ എവിടെയൊക്കെ, ഇപ്പം കെ സുരേന്ദ്രൻ്റെ പേരാണെങ്കിൽ തൃശ്ശൂർ കേൾക്കുന്നുണ്ട്, പത്തനംതിട്ട കേൾക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഇന്നലെ വരെ കഴിഞ്ഞ ദിവസം വരെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു അനിശ്ചിതത്വം, ഒരു ആശങ്ക ഈ രംഗത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു സീറ്റെങ്കിലും ഞാൻ തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടെ പോകണം. മലപ്പുറം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയുമാണ്.